ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലേ. ഒരിക്കൽ അവർ ചോദിക്കുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പിന്നീട് ഒരിക്കൽ ചോദിക്കുകയാണ്, അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഈ ഉപമകളുടെ അർത്ഥം എന്തെന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കി. വേറൊരിക്കൽ മത്തായി 17:18 ശിഷ്യന്മാർ അവനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അപസ്മാര രോഗിയിലെ പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാഞ്ഞത്? മറ്റൊരിക്കൽ അപ്പോസ്തലപ്രവൃത്തി 1:6 അവർ ചോദിച്ചു, കർത്താവേ, അവിടെ നിന്ന് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് എപ്പോഴാണ്? മത്തായി 18:21 അവർ ചോദിച്ചു, എത്ര വട്ടം സഹോദരനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ? തോമസ് അപ്പോസ്തലൻ ഒരു ചോദ്യം യോഹന്നാൻ 14:5 ചോദിക്കുന്നു, നീ എവിടെയാ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇത്തരം ചോദ്യങ്ങളെല്ലാം ഒരു ആത്മീയ ഗുരുവിന്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുന്ന നോർമൽ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ആണെന്ന് നമുക്കിത് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ലൂക്ക 10:17 ഭയങ്കര സന്തോഷത്തോടെ ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് പറയുകയാണ്, നിന്റെ നാമത്തിൽ പിശാചുകൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു, രോഗങ്ങൾ അപ്രത്യക്ഷമായി, വലിയ വിടുതലുകൾ ജനം കണ്ട അമ്പരന്നു, ഞങ്ങളും അമ്പരന്നു. നിന്റെ നാമത്തിന്റെ പവർ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഭയങ്കര ശക്തി, അതറിയാനായിട്ടുള്ള സന്തോഷവും ഒക്കെ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അഭിമാനത്തോടെയുള്ള അവർ ആണ് വന്നത് അല്ലേ. കർത്താവ് പറഞ്ഞതാ ലൂക്ക 10:19 ഒരു അധികാരം കൊടുത്തു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ ധൈര്യത്തിലാണ് അവരതിന് പോയത്. 72 ശിഷ്യന്മാരാണ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഞങ്ങളെ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അടിപൊളി. രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അധികാരം. ഇതെല്ലാം വായിച്ച് നമ്മൾ ലൂക്കാ സുവിശേഷം 17:5 വരുമ്പോൾ അവിടെ കാണുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. അപ്പോസ്തലന്മാർ അവനോട് ചോദിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. ഇത്രയും ക്ലാസ്സുകളും ഇത്രയും തിയറിയും പ്രാക്ടിക്കൽ സൈഡെല്ലാം അവരെ കൊണ്ടും ചെയ്യിച്ചിട്ടും പരിശീലിപ്പിച്ചിട്ടും അവര് പറയുക, ലോർഡ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ലൂക്ക 17:5. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാനല്ലേ, ഒരു ശുശ്രൂഷയിൽ ഒരു ചെറിയൊരു രോഗശാന്തി നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ധ്യാനഗുരുവിന്റെ ഭാവം എന്തായിരിക്കും? രോഗശാന്തി വരപ്രാപ്തൻ. ചിലരൊക്കെ അവരുടെ പേരിന്റെ മുമ്പിൽ അപ്പസ്തലൻ എന്നൊക്കെ ചില സഭകളിലുള്ളവരൊക്കെ എഴുതി വെച്ചേക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ. രോഗശാന്തി വരപ്രാപ്തൻ. ഏതെങ്കിലും 1-2 പ്രവചനം പറഞ്ഞ് അതൊന്നും നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാവം പ്രവാചകൻ. ഭയങ്കര തലക്കനമാണ്. 10 ആള് കൂടിയാൽ പിന്നെ ധ്യാനഗുരു നിലത്തൊന്നുമല്ല. പിന്നെ അവരെ കാണണമെങ്കിൽ ടോക്കൺ എടുക്കണം, ചില കരാറുകളിൽ ഒപ്പിടണം, പുള്ളിക്കാരന്റെ പ്രസിദ്ധീകരണം വാങ്ങിച്ച് പലയിടത്തും കൊണ്ട് വിതരണം ചെയ്യണം, ക്യൂ നിൽക്കണം. അങ്ങനെ പല പല ഉടായ്പകളാണ്. ഒന്നും പറയണ്ട, എല്ലാം ഭയങ്കര ഗമയാ. പിന്നെ ഒരിക്കൽ ഒരു ശിഷ്യൻ യേശുവിനോട് ചെന്ന് ചോദിക്കുന്നത് നമ്മൾ വായിച്ചതാ. ഞങ്ങളെക്കുറിച്ച് സമറിയായിലുള്ളവർ പറയുക, ഞങ്ങളെ കൂടെ കൂട്ടരുതെന്ന്. ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ കർത്താവേ, ഏലിയ ഇറക്കിയതുപോലെ ആകാശത്തുനിന്ന് തീ ഇറക്കി ലവന്മാരെ അങ്ങ് തട്ടിക്കളയട്ടെ. കാരണം കോയിന്റെ ഒരു സൈഡില് തലക്കനവും ചങ്കൂറ്റവും ഉണ്ടെങ്കിലും മറ്റേ സൈഡിൽ നമ്മൾ കാണാതെ പറയുന്ന അവരുടെ വിശ്വാസമാണ്. അതല്ലേ, അഹങ്കാരമൊക്കെ ഉണ്ട് എങ്കിലും അവരുടെ ഒരു വിശ്വാസത്തിന്റെ തീഷ്ണത നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ പറഞ്ഞാലും ഈ കാലഘട്ടത്തിലും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും. കാരണം അവരുടെ എക്സ്പീരിയൻസ് അതുപോലായിരുന്നു. ഇത്രയും തൻ്റെടവും വിശ്വാസവും ഉള്ളവരാണ് ഇപ്പോൾ യേശുവിനോട് ചോദിക്കുക, ഞങ്ങളുടെ വിശ്വാസം കർത്താവെ വർദ്ധിപ്പിച്ചു തരണേ എന്ന്. ഇതിന്റെ 100-ൽ 1% വിശ്വാസം എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. രോഗശാന്തി, പിശാചുകളെ ബഹിഷ്കരിക്കാൻ, പാമ്പുകളുടെ മേലെ ചവിട്ടി നടക്കാൻ, ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരമൊക്കെ ഉപയോഗിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കാണ് എൻ്റെ മുമ്പിലും. ഇപ്പോഴും പ്രതിസന്ധി വരുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ സാധിച്ച് ഇവര് പറയാണ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. എന്താ ഇവർക്ക് പറ്റിയത്? ഇതിന്റെ കാരണം എന്താണെന്ന് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചാലോ? ലൂക്കാ സുവിശേഷം 17-ാം 1 മുതൽ 4 വരെ ഒന്ന് വായിക്കണം കേട്ടോ. സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കണം, മാനസാന്തരപ്പെട്ടാൽ
അവനോട് ക്ഷമിക്കണം. ഒരു പ്രാവശ്യം മാനസാന്തരപ്പെട്ടു, നിന്നോട് വന്ന് പറഞ്ഞു ഞാൻ തെറ്റിപ്പോയി, പശ്ചാത്തപിക്കുന്നു, ക്ഷമിക്കണം. 2 3 7 പ്രാവശ്യം വന്നാലും ക്ഷമിക്കണം. 7 പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. എത്ര പ്രാവശ്യം വന്നാലും ക്ഷമിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത്, കർത്താവേ, രോഗശാന്തി ശുശ്രൂഷ പൊടിപൂരമായിട്ട് നടത്തി, പ്രവചന ശുശ്രൂഷ അടിച്ച് പൊളിച്ചു, പക്ഷേ മരിച്ചവരെ വരെ ഞങ്ങൾ ഉയർപ്പിച്ചു. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് തീ ഇറക്കാനുള്ള വിശ്വാസവും തീക്ഷ്ണതയൊക്കെ ഉണ്ട്. പക്ഷെ സഹോദരനോട് ഈ പറഞ്ഞതുപോലെ ക്ഷമിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടോ എന്ന് അവരൊന്ന് പരിശോധിച്ചു. 70 വട്ടം എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലേ. 7 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമുക്കൊന്ന് ആ സെനാറിയോ ഒന്ന് കാണാം. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി. അതിനുശേഷമാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, കർത്താവേ, ഇത് ചെയ്യാനായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നമുക്ക് വേണ്ടതും ഇത്തരം വിശ്വാസമല്ലേ? ഒരേ വയറ്റിൽ പിറന്ന എൻ്റെ സഹോദരനോട്, ഒരേ ചർച്ചിൽ ഒരേ കൂരയ്ക്ക് കീഴിൽ നിന്ന് ആരാധിക്കുന്ന എൻ്റെ കൂട്ടുവിശ്വാസിയോട്, ഒന്നിച്ച് ജോലി ചെയ്തിട്ടും പലപ്പോഴും എനിക്ക് പാര വെച്ചിട്ടുണ്ട്, എന്നാലും എൻ്റെ കൊളീഗിനോട്, ഞാൻ അറിയാതെ എനിക്കെതിരെ ദോഷം പറയുന്ന, എൻ്റെ അതിരുമാന്തുന്ന എൻ്റെ അയൽക്കാരനോട് ക്ഷമിക്കാൻ പറ്റുന്ന വിശ്വാസം, അത് നേടാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ കർത്താവേ, ആയതിനാൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം 1 കൊറിന്തോസ് 14 അധ്യായം നമുക്ക് കാണാപ്പാടവാ. സെന്റ് പോൾ പറയുന്നത് അല്ലേ, എന്തെല്ലാം ചെയ്താലും, പ്രവചനപരമുണ്ടായാലും ഭാഷാപരമുണ്ടായാലും മലകളെ മാറ്റുന്ന വിശ്വാസം ഉണ്ടായാലും സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ വട്ടപൂജ്യമാണെന്ന്. ഇത് സാധിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ആത്മാർത്ഥതയോടെ നമുക്ക് ചൊല്ലാൻ പറ്റൂ. അല്ലെങ്കിൽ ചൊല്ലി തീർക്കുക, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചൊല്ലാനായിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയാലും സ്നേഹമില്ലെങ്കിൽ അതൊന്നുമില്ല. അക്കമിട്ട് വ്യാഖ്യാനിച്ചാലും, പ്രവചന വരമുണ്ടായാലും, ഭാഷാ വരമുണ്ടായാലും, രോഗശാന്തി വരമുണ്ടായാലും, ഏത് കൊമ്പത്ത് കയറിയാലും നിന്റെ സഹോദരനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നത്തിങ്, യു വിൽ ബി എ ബിഗ് സീറോ, ഐ വിൽ ബി എ ബിഗ് സീറോ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്വർഗം നേടുന്ന വിശ്വാസം ഇതാണ്. മലകളെ മാറ്റുന്ന വിശ്വാസത്തെ കാട്ടിലും വലുത് സഹോദരനോട് ക്ഷമിക്കുന്ന വിശ്വാസമാണ്. ആമേൻ.